വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാഴയ്ക്ക മെഴുക്കുവരട്ടി അല്ലെങ്കിൽ വാഴയ്ക്ക ഉപ്പേരി കാണാം. അധികം ചേരുവകളുടെ ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ പല രീതിയിൽ വാഴയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് കാണിക്കാം. വീഡിയോയിലേക്ക് പോണേ മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഇതേ വലുപ്പത്തിൽ 3 വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ വാഴയ്ക്കയുടെ കളറ് ചെറിയ കറുപ്പിലോട്ട് മാറും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കടുകിടുക. ഒരു ചെറിയ സവാള പൊടിയായി മുറിച്ചതിട്ട് കൊടുക്കുക. 3-4 വറമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചവാസന മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അധികം സമയം എടുക്കില്ല, നല്ല ചൂടായി കിടക്കുകയല്ലേ ഇതെല്ലാം. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വാഴയ്ക്ക ഇട്ട് കൊടുക്കുക. ഇനി വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് വേവണ വാഴയ്ക്കയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, തെളിച്ച് കൊടുത്താൽ മതി. ഇവിടുത്തെ വാഴയ്ക്ക കുറച്ച് അധികം സമയം എടുക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം വെള്ളം വറ്റിയോ ഇല്ലേ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ നന്നായിരിക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും അതുപോലെ ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ വാഴയ്ക്ക ആദ്യം വേവിച്ചും ചേർക്കാം, അതുപോലെ സ്റ്റീം ചെയ്തും എടുക്കാം. ഏതാ നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് ചെയ്തോളൂ. ബാക്കി പ്രോസസ്സൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ഇടുള്ളൂ കേട്ടോ വാഴയ്ക്കയിൽ. ഇനി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞ് വരണതെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ പോലെയാണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ചധികം നന്നായിട്ട് മൊരിഞ്ഞ് വരണം, അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണത്. അല്ലാത്ത പക്ഷം ദോശക്കല്ലൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല മൊരിഞ്ഞ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ മൊരിഞ്ഞ വാഴയ്ക്ക ഉപ്പേരിയും നല്ല കട്ട തൈര് സാദും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.